1.5 പതിറ്റാണ്ട് കാലമായി സൗദി അറേബ്യയിലെ തബൂക്കിൽ കലാകായിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന മലയാളികൾക്കിടയിൽ എന്നും പേര് കേട്ടിട്ടുള്ള ഒരു നാമമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ളത്. മലയാളികൾക്കിടയിലെ വിവിധ ആഘോഷങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുകയും അതുപോലെ തന്നെ കലാകായിക സാംസ്കാരിക മേഖലകളിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബ്ബ് ഇന്ന് മാസി 2025 എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ഫുട്ബോൾ ടൂർണമെൻറ്റിൽ റണ്ണറപ്പ് ആയതിൻ്റെ ആഘോഷവും അതുപോലെ തന്നെ 79ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ വേളയിലാണ് ഇന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എൻ്റെ പേര് സാനിഫ്. ഞാൻ തബൂക്കിൽ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. വന്ന ഉടനെ തന്നെ എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കഴിഞ്ഞ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ റണ്ണേഴ്സായ പ്ലേയേഴ്സിനുള്ള ആദരവും അതേപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പരിപാടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ആ ഒരു ഒത്തൊരുമയും ആ ഒരു കൂട്ടായ്മയൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മലയാളി സമൂഹത്തിൻ്റെ നിറഞ്ഞ പിന്തുണ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഏകദേശം 100-150ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും വളരെ സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. ഏകദേശം 150ഓളം മെമ്പർമാർ നിലവിൽ തബൂക്കിൽ ഉള്ളതും അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഈ ക്ലബിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച നാട്ടിലുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എക്സ് പ്രവാസി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കമ്മിറ്റി നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജോലി തിരക്കിൻ്റെ ഇടയിലും ഇവിടെ വന്ന എല്ലാ മെമ്പർമാർക്കും ക്ലബിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയിലാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബ്ബ് ഇവിടെ ഈ സൗദി അറേബ്യയിൽ തബൂക്കിൽ വെച്ചിട്ട് വളരെ ഗംഭീരമായിട്ടുള്ളൊരു ആഘോഷത്തിന് നേതൃത്വം വഹിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എൻ്റെ ഇന്ത്യ.
ബഹുസ്വരതയാണ് എൻ്റെ രാജ്യത്തിൻ്റെ സൗന്ദര്യം. രാജ്യത്തിൻ്റെ പുരോഗതിയും ദേശീയോദ്ഗ്രഥനവും ഞാൻ ലക്ഷ്യം വെക്കുന്നു.